ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി മദ്യപിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് കിടുക്കൻ സീന്. പത്മയെ മദ്യപിച്ച നന്ദിനി നിർത്തിപ്പൊരിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി നാളെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. അങ്ങനെ സൂര്യയുടെ മദ്യം എടുത്ത് കഴിച്ചിരിക്കുകയാണ്. ഇതേ സമയം സൂര്യ കയറി വരുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. സൂര്യയാണെങ്കിൽ താൻ മദ്യം കഴിച്ച നന്ദിനി അറിയാൻ താൻ നിവർന്ന് നിൽക്കണം എന്നുള്ള തീരുമാനത്തിലൊക്കെ കയറി വരുമ്പോൾ സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം ഇതെന്താ ഇവൾ ഇങ്ങനെ ചിരിച്ച് വിളിക്കുന്നു എന്നുള്ള ലെവലിൽ നന്ദിനിയെ നോക്കുകയാണ്. ഇതേ സമയം സൂര്യ സാർ എന്ന് പറയുന്നുണ്ട്. ആ നന്ദിനി, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അപ്പോൾ സൂര്യ സാർ മദ്യപിച്ചൂലേ? ഇല്ല നന്ദിനി, ഞാൻ മദ്യപിച്ചിട്ടില്ല. വെറുതെ കള്ളം പറയരുത്. മദ്യപിച്ചൂലേ? ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. അപ്പോഴേക്കും നന്ദിനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് അവിടെ ഇരിക്കുന്ന സോഫ അങ്ങ് പിടിച്ച് പൊന്തിച്ച് അങ്ങ് മറിച്ചിടുകയാണ്. സൂര്യ സാർ മദ്യപിച്ചൂലേ എന്ന് പറയുന്നു കേട്ടോ. അത് കേട്ടോടുന്ന നന്ദിനി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് ഇവിടുന്ന് ഇത്ര ശക്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം സൂര്യ സാറ് മദ്യപിച്ചൂലേ? മദ്യപിക്കരുതെന്ന് സൂര്യ സാറിനോട് പറഞ്ഞിട്ടും സൂര്യ സാറ് മദ്യപിച്ചൂലേ എന്ന് പറയുമ്പോൾ സൂര്യക്ക് കാര്യം പിടികിട്ടിയിട്ടോ. നന്ദിനി, മറ്റുള്ളവർ കേൾക്കും, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് തൻ്റെ റൂമിലോട്ട് നന്ദിനിയെ അടക്കി പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നന്ദിനിയെ എത്ര വലിച്ചിട്ടും സൂര്യക്ക് പിടിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നന്ദിനി വലിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോകുന്നു, സൂര്യ വീഴാൻ പോകുന്നു. കാരണം നന്ദിനി അത്രയും ശക്തിയിലും മദ്യപിച്ചിരിക്കുകയാണ്. നല്ല എനർജി കിട്ടിയിരിക്കുന്നു നന്ദിനിക്ക്. അങ്ങനെ ഈ സമയം ഒരുപാട് കഷ്ടപ്പെട്ട് നന്ദിനി എങ്ങനെയൊക്കെയോ താൻ റൂമിനുള്ളിലോട്ട് കൊണ്ടുപോവാണ്. ഈ സമയം താൻ മദ്യപിച്ചൂലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇല്ല നന്ദിനി, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് സൂര്യ പറയണ കേട്ടോ. അപ്പോൾ നന്ദിനി പറയണ, കള്ളം പറയരുത്. സൂര്യ സാർ മദ്യപിച്ചാൽ ഞാനും മദ്യപിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് സാർ ഒരു വിലയും കൊടുത്തില്ലല്ലേ. സൂര്യ സാർ മദ്യപിച്ചാൽ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ നന്ദിനിയെ കബളിപ്പിക്കല്ലേ. എന്നാൽ നന്ദിനിയോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചതിൽ നന്ദിനി മദ്യപിച്ചു എന്ന് പറയണിട്ട്. അപ്പോൾ ഈ സമയം സൂര്യക്കത് വിശ്വസിക്കാനാവുന്നില്ല. സൂര്യ എന്ത് ചെയ്യുന്നു, തൻ്റെ കുപ്പി ഇങ്ങനെ അളവൊക്കെ കറക്റ്റ് നോക്കി വെച്ചതാലോ. അപ്പോൾ അതിൽ ആ കുപ്പി എടുത്ത് കുടിച്ചിരിക്കുന്നത് കാണാം കേട്ടോ. നന്ദിനി, നീ മദ്യപിച്ചൂലേ? ഞാൻ പറഞ്ഞതല്ലേ സാറ് മദ്യപിച്ചാൽ ഞാനും മദ്യപിക്കുന്നു. അപ്പോൾ നന്ദിനി ഈ കുപ്പി ഇങ്ങനെ സൂര്യ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ നന്ദിനി സൂര്യയുടെ കൈകളിൽ നിന്ന് ഈ കുപ്പി അങ്ങ് തട്ടി മാറ്റിയിട്ട് നന്ദിനി വീണ്ടും കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ, എന്താ നന്ദിനി ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ സാറേ, സാറ് മദ്യപിച്ചാൽ ഞാനും മദ്യപിക്കുന്നു. അതിപ്പോൾ തീരുമാനമായില്ലേ. സാർ എന്തിനാ മദ്യപിക്കാൻ നിന്നത്? അതുകൊണ്ടല്ലേ ഞാനും മദ്യപിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം സൂര്യ പറയണം, നന്ദിനി നീ എന്താടോ ഈ ചെയ്ത് കൂട്ടുന്നത്? നീ ചെയ്യുന്നത് ഈ തെറ്റല്ലേ? അപ്പോൾ സാറ് ചെയ്യുന്നത് തെറ്റല്ലേ? അത് പിന്നെ നന്ദിനി, നീ ഒരു പെണ്ണല്ലേ? പെണ്ണാണെങ്കിലും ആണെങ്കിലും മദ്യപിക്കാൻ പാടില്ല. അങ്ങനെ സൂര്യയുടെ കൈകളിൽ നിന്ന് വീണ്ടും എടുത്ത് കുടിക്കുമ്പോൾ നന്ദിനി, നീ എന്തീ കാണിക്കുന്നത്? സൂര്യക്ക് നന്ദിനിയെ എങ്ങനെ മെരുക്കിയിട്ടും മെരുക്കാൻ പറ്റുന്നില്ല കേട്ടോ. തൻ്റെ കൈകളിൽ ഒതുങ്ങുന്നില്ല, അത്രയും ശക്തി. അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്ന് ഈ മദ്യം വാങ്ങി കുടിക്കുമ്പോൾ, സാറേ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ഇതാ. നന്ദിനിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ മൂക്കങ്ങ് പൊത്തിപ്പിടിച്ച് ഞാൻ അതങ്ങ് കുടിച്ചു. പക്ഷേ ഇനി എനിക്ക് സാറ് മദ്യപിക്കുമ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അനുരമ്മയോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കുടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനിയും കുടിക്കും. സാറ് കുടിച്ചാൽ ഞാനും കുടിക്കും. സാറ് എന്ന് കുടി നിർത്തുന്നു അന്ന് ഞാനും കുടി നിർത്തും. നന്ദി, നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത്? ഇത് എത്ര സ്ട്രോങ് ആയ മദ്യം എന്നറിയോ? ഇത് നിൻ്റെ ശരീരത്തിനുള്ളിലോട്ട് ചെന്നാൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അത് കേട്ട ഉടൻ തന്നെ, സാറേ എൻ്റെ ശരീരത്തിനുള്ളിലോട്ട് ചെന്നാൽ എന്താ സംഭവിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷേ സാറിൻ്റെ ശരീരത്തിനുള്ളിലോട്ട് ചെന്നാൽ ഇതൊന്നും സംഭവിക്കില്ലേ? സാറിന് ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ? സാറിൻ്റെ ശരീരത്തിനുള്ളിലുള്ളതും എൻ്റെ ശരീരത്തിനുള്ളിലുള്ളതും ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലേ? നന്ദിനി, നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, സാറ് മദ്യപിച്ചാൽ നന്ദിനിയും മദ്യപിക്കുന്നു. പിന്നെ എന്തിനാ സാറ് മദ്യപിച്ചത്? ഈ നന്ദിനിയെ വെട്ടിയാക്കുകയായിരുന്നു അല്ലേ? എന്നാൽ ഞാൻ ഒരിക്കലും ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിലോട്ട് അങ്ങ് എടുത്ത് ചാടുകയാണ് കേട്ടോ. ഇതേ സമയം സൂര്യ ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദിനി ഒന്ന് പതിയെ സംസാരിക്കുക. ഇല്ല, ഞാൻ പതിയെ സംസാരിക്കില്ല. സാറ് മിണ്ടാതിരുന്നോ. നന്ദിനിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. നന്ദിനിയെ കുടിപ്പിച്ചു. ഒരു പാവം നാട്ടുമ്പുറത്തുകാരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കുടിപ്പിച്ചില്ലേ? നിങ്ങൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചില്ലേ? നന്ദിനിയുടെ ജീവിതം തൊലഞ്ഞേ, നന്ദിനി കുടിച്ചേ, നന്ദിനി മദ്യപിച്ചേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഓർത്ത് വിളിച്ച് കരയുകയാണ് കേട്ടോ. സൂര്യ പറയണേ, നന്ദിനി ഞാൻ കുടിച്ചിട്ടില്ല, നീ ഒന്ന് ശബ്ദം താത്തി സംസാരിക്കുക. മിണ്ടരുത്, മിണ്ടരുത്, നിങ്ങൾ മിണ്ടാതെന്നോ. അപ്പോഴേക്കും എടോ താൻ താഴെ അമ്മയും അതുപോലെ ചേച്ചിയും അനിയത്തിയൊക്കെ ഉണ്ട്, അവരൊക്കെ കേൾക്കും, ഡാഡി കേൾക്കും. അതൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കണമായിരുന്നു. ഞാൻ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ലാതെ മദ്യപിച്ചില്ലേ? അയ്യോ, നന്ദിനിയുടെ ജീവിതം പോയേ, നന്ദിനി മദ്യപിച്ചേ, നന്ദിനി ഇന്നേ വരെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തേ എന്ന് പറഞ്ഞിട്ട്
ഹോളിലോട്ട് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ഇതെന്താ വലിയ ശബ്ദമൊക്കെ ഇവിടുന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേദ റൂമിൻ്റെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ വേദയെ കാണുന്ന നന്ദിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എടി അവിടെ നിൽക്കടി കുട്ടിച്ചാത്ത. അപ്പോൾ ഉടൻ തന്നെ എടി നീ ആരെടി കുട്ടിച്ചാത്ത വിളിച്ചത്? എടി എൻ്റെ പേരെന്താണെന്നറിയേ? എന്താടി നീ പറയുന്നത്? എടി എന്നല്ലാതെ പിന്നെ ഞാൻ നിന്നെ എന്താടി വിളിക്കേണ്ടത്? അപ്പോൾ വേദ പറയണേ എന്നെ മേഡെന്ന് വിളിക്ക്. മേഡോ? എന്ത് മേഡം? മേഡെന്ന് വിളിക്കാൻ പറ്റിയ ആ ഒരു വിലയും നില നിനക്കൊക്കെ ഞാനത് തരാൻ പറ്റുമോ? നീ എന്താടി കാണിച്ചു കൂട്ടിയത്? ദൈവകോപം കിട്ടാൻ വേണ്ടി നീ ദൈവത്തിൻ്റെ ആ ചരട് നിൻ്റെ കൈകളിലൊന്ന് കെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ അത് എടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിൻ്റെ കൈ വേദന വന്നില്ലേ? അതാണ് ദൈവത്തിൻ്റെ കോപം. ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. പണമുണ്ടെന്ന് കരുതി പാവപ്പെട്ടവരെ എന്തും ചെയ്യാന്നുള്ളത്. ആ അഹങ്കാരം നിർത്തുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പത്മ താഴെ ഇരുന്ന് കേൾക്കണം കേട്ടോ. ഇതേ സമയം യതീന്ദ്രനാണെങ്കിലും എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാതെ യതീന്ദ്രൻ കോണിയുടെ അടിയിൽ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയം സൂര്യ അയ്യോ എല്ലാവരും കേട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ സൂര്യക്ക് പുറത്തു വരാനാവാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വേദ ചോദിക്കുകയാണ്, നീ എന്താടി എന്നോട് പറഞ്ഞത്? എന്നെ എടി പൊടിയെന്ന്. പിന്നെ ഞാൻ എടി പൊടി എന്നല്ലാതെ തന്നെ എന്താ വിളിക്കേണ്ടത്? താനേ വല്ലാതെ അഹങ്കാരം കാണിക്കരുത്. ആരോടും ഇങ്ങനെ അഹങ്കാരമൊന്നും പാടില്ല. അസുഖം വന്നിട്ട് കിടക്കുമ്പോഴും ദൈവത്തിനോടൊക്കെ കളിച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടുമെന്നിപ്പം മനസ്സിലായില്ലേ? അപ്പോഴേക്കും ഇന്ദ്രജ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താടി നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ നീ ഇങ്ങനെ ചങ്കുറ്റത്തോടു കൂടി ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ആരടി ധൈര്യം തന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ആര് ധൈര്യം തരാനാണ്? നിങ്ങളിത്ര വല്ലാത്ത സംഭവമാണ് കേട്ടോ. എന്നാലും എൻ്റെ ഇന്ദ്രജ മേഡം അല്ലല്ല ഇന്ദ്രജ മേഡം എന്ന് പറയാൻ പറ്റില്ല. ഇന്ദ്രജെ നീ ഒരു കാര്യം ചിന്തിക്ക്. നിൻ്റെ ഏട്ടൻ കൊണ്ടുവന്ന സാരിയും ഡ്രസ്സും നിനക്ക് വാങ്ങാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നിൻ്റെ ഏട്ടനും നിൻ്റെ അമ്മയും അറിയാതെ നീ എന്നിൽ നിന്ന് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ടുപോയി. അയ്യോയ്യോ ഇതങ്ങ് കേട്ടിട്ട് മറ്റുള്ളവർ നിൽക്കുമ്പോൾ ഇന്ദ്രജിക്ക് തലമൊന്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഈ സമയം നന്ദിനി ഇതൊക്കെ കുടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സൂര്യ വന്നിട്ട് പറയണം, നന്ദിനി നീ ഒന്ന് അടങ്ങ്. സൂര്യ സാർ ഒരു കാര്യം കേൾക്കണോ? ഇവളെ സൂര്യ സാറ് പോയതിന് ശേഷം പത്മാ മേഡം പോയതിന് ശേഷം ഇവളെന്താ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇവളാരും അറിയാതെ എന്നിൽ നിന്നും ആ സാരി മേടിച്ച് കൊണ്ടുപോയി. ഇവളെ അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇവൾക്ക് നേരിട്ട് വാങ്ങാൻ വയ്യ. പത്മാ മേഡത്തിനെ പേടിച്ചു. ഒരു പത്മാ മേഡാണ്. എടി നിങ്ങളുടെയൊക്കെ അമ്മ ഒരു മനുഷ്യ സ്വഭാവമുണ്ടോ? എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ പത്മ എന്ന് പറയുന്നവർ ചെയ്തു കൂട്ടുന്നത്? അത് കേൾക്കുന്ന പത്മയുടെ കിളി പോയിട്ടോ. ഈശ്വര എന്നെ പേരെടുത്ത് വിളിച്ചിരിക്കേ നന്ദിനി. ആ സമയം സൂര്യ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയും വേദയും എന്താടി നീ വിളിച്ചത്? മിണ്ടലടി അവിടെ, മിണ്ടാതിരിക്കടി. ഇനി എൻ്റെ നേർക്ക് നിങ്ങൾ വിരൽ ചൂണ്ടിയാലുണ്ടല്ലോ ഈ നന്ദിനി ആരാണെന്ന് അറിയും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടേബിൾ ഉണ്ടാവും കേട്ടോ. അതിന് മുകളിലോട്ട് അങ്ങ് കയറി കാലൊക്കെ കയറ്റി വെച്ച് നന്ദിനി പറയണേ, ഈ വീട്ടിലെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. തമ്മിൽ സ്നേഹമില്ല. എല്ലാവർക്കും എല്ലാവരുടെ കാര്യം നടക്കണം. വൈരാഗ്യ ബുദ്ധിയാണ് എല്ലാവർക്കും. ഒരു സ്നേഹം എന്തെന്ന് അറിയാതെ ജീവിക്കുകയാണ്. തൻ്റെ ഏട്ടൻ്റെ ഡ്രസ്സ് വേണം, പക്ഷേ മമ്മി അതായത് പത്മ എന്ന് പറയുന്ന പത്മ അറിയാൻ പാടില്ല. പത്മ അറിയരുതല്ലോ. അവരുടെ വിചാരം അവർക്ക് തലക്കെട്ട് മൊത്തത്തിൽ തലയിൽ അങ്ങ് തലപ്പാവ് വെച്ചെടുത്ത പോലെയുള്ള അഹങ്കാര ഭാവമാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. എന്താണ് എൻ്റെ അച്ഛന് കുറവ്? നിങ്ങളുടെ തെങ്ങുംതോപ്പിൽ പണിയെടുത്തെന്ന് കരുതി എൻ്റെ അച്ഛനും നിങ്ങളെപ്പോലെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ താഴെ യതീന്ദ്രൻ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. യതീന്ദ്രന് ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ ഓടി വന്നിട്ട് പറയണം, നന്ദിനി നീ ഒന്ന് അകത്തോട്ട് വാ. എന്തിനാ സൂര്യ സാർ ഞാൻ അകത്തോട്ട് വരുന്നത്? സൂര്യ സാർ എന്നെ പറ്റിച്ചില്ലേ? സൂര്യ സാറ് കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ലേ? ഞാൻ പറഞ്ഞതല്ലേ സൂര്യ സാറിനോട്? സൂര്യ സാറ് കുടിച്ച ഞാനും കുടിക്കുന്നു. അപ്പോഴാണ് കേട്ടോ നന്ദിനി മദ്യപിച്ച ഈ സത്യം ഇവരെല്ലാവരും അറിയുന്നത്. അത് കേൾക്കുന്ന യതീന്ദ്രന് ഒരു ചിരിയാണ് വരുന്നത്. അത് കലക്കി നന്ദിനി എന്നുള്ള ആ ഭാവത്തിൽ യതീന്ദ്രൻ തലകുനിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം പത്മ ചെവി പൊത്താണ്. അയ്യോ ഒരു കുടിയനെ കൊണ്ട് തന്നെ തൻ്റെ തല തല്ലിപ്പൊട്ടിക്കാൻ തോന്നുന്ന സമയത്ത് അവൻ്റെ ഭാര്യയും കുടിച്ചു കഴിഞ്ഞാൽ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാവാണ്. അങ്ങനെ നന്ദിനി 3 പേരെയും നിർത്തിപ്പോയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വിജയ് വന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനി നീ മദ്യപിച്ചിരിക്കുക. താൻ ആരാടോ താൻ ചോദിക്കാൻ? തനിക്ക് സ്വന്തമായ ഒരു പേരോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ? താൻ ഭാര്യയുടെ വാലും തൂങ്ങി ഇങ്ങനെ നടക്കാതോ താൻ ഒരാണായി ജീവിക്ക്. അല്ലാതെ കണ്ട് ഈ നിൽക്കുന്ന ഇന്ദ്രജയുടെ വാക്ക്
കേട്ട് അങ്ങോട്ടോ ഇങ്ങോട്ട് ചാടണം അങ്ങോട്ട് ചാടണോ എന്നൊക്കെ എല്ലാ ലെവലിൽ ജീവിക്കുന്നത് താൻ ഒരാണ് തന്നെയാടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി എടി നീ എന്താടി പറഞ്ഞ് വിരൽ താത്ത്, എൻ്റെ മുന്നിൽ വിരൽ പൊന്തിക്കല്ലേ താത്ത് എന്ന് പറഞ്ഞിട്ട് അല്ല കിടുക്കൻ സീനാണ്. അങ്ങനെ നന്ദിനി ഇന്ദ്രജയും പത്മയെയും ഒക്കെ പച്ചത്തെറി പറയുന്ന ആ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.